മിഥുൻ അവിടെ നിന്ന് നൽകാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അവിടുത്തെ നാട്ടുകാരെന്താണ് പറയുന്നത്? ഞാനിപ്പോൾ നിൽക്കുന്ന ഇടയ്ക്കൽ എന്ന പ്രദേശത്ത് ഈ ഭാഗത്താണ് രാവിലെ ഒരു 10 മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ വലിയ സൗണ്ടോടുകൂടി വലിയ ഒരു പ്രകമ്പനം ഉണ്ടായി എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഭീതിയിലാണ്. കാരണം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമായിട്ടുള്ളൂ ഒരു വലിയ ഒരു ദുരന്തത്തെ അതിജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് കരകയറാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷത്തിൽ നിൽക്കുമ്പോൾ കൂടിയാണ് മറ്റൊരു വലിയ ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ കൂടി വരുന്നത്. നമുക്ക് ഇവിടുത്തെ പ്രദേശവാസികളോട് കൂടി തന്നെ ഇതിന്റെ ഒരു പ്രതികരണങ്ങൾ കൂടുതൽ തോന്നുന്നു. ചേട്ടാ, ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? എപ്പോഴാണിത് ഇങ്ങനെ ഒരു സൗണ്ട് ഒക്കെ കേട്ടത്? ഇതൊരു 10 കഴിഞ്ഞിട്ടുണ്ടാവും. ഞങ്ങളിവിടെ കഞ്ഞി കുടിച്ചിരിക്കുവായിരുന്നു. ഇവിടെ തൊട്ടടുത്ത് പണിയെടുക്കുന്നുണ്ട്. കുറച്ച് കട്ടയൊക്കെ ഇറക്കാണ്ടായിരുന്നു. അപ്പൊ അത് ഇറക്കിക്കൊണ്ടിരിക്കുമ്പോഴേ പെട്ടെന്നൊരു സൗണ്ട് കേട്ടെ. അപ്പൊ നമ്മൾ വിചാരിച്ചു ഈ കൂണിടിയൊക്കെയാന്നൊക്കെ വിചാരിച്ചു. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ന്യൂസൊക്കെ ചെക്കന്മാർ അവിടെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ന്യൂസ് കാണുന്നത്. അപ്പൊ അവിടെ പണിയൊക്കെ നിർത്തി ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. വലിയ സൗണ്ട് ആയിരുന്നു. നല്ലൊരു സൗണ്ട് ഉണ്ടായിരുന്നു. മുഴക്കം വല്ലതും ഉണ്ടായിരുന്നു സമയത്ത്? നല്ലൊരു മുഴക്കം തന്നെ. ഒരു എന്താ പറയാ, ഒരു ഇടിമുഴക്കം പോലത്തെ ഒരു സൗണ്ട്. അതന്നെ. ചേട്ടാ, ഈ നാട്ടുകാരാണോ? ഇവിടെയാണോ? ഇവിടുന്ന് ഒരു കുറച്ച് 5 കിലോമീറ്റർ പണിക്ക് വന്നതാണ്. ഇവിടെ പണിയാണ്. ഇവിടെ പണി നടക്കുന്നുണ്ട്, വീടിന്റെ പണി നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഞങ്ങൾ കട്ട ഇറക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പൊ നമ്മൾ വേറെ ഒന്നും വലിയതായിട്ടുള്ള സൗണ്ട് ഭയങ്കരമായിട്ടും കേട്ടു. എത്ര നേരത്തോളം ഉണ്ടായിരുന്നു ഈ സംഭവം? തന്നെ ഒരു ഇടി കൊടുക്കുന്ന പോലെ തന്നെ ഉള്ള ഒരു സൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ടുള്ള സൗണ്ട് അങ്ങനെ നീണ്ടു നിൽക്കുന്ന സൗണ്ട് ഒന്നല്ല, ഒരു ഇടി കൊടുക്കുന്ന സൗണ്ട്. അപ്പൊ തന്നെ എങ്ങനെയാണ് ചേട്ടാ? ചേട്ടൻ ഇവിടെ ഞാനവിടെ വീട് പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളിങ്ങനെ കട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോഴാണ് ഈ ഒരു മുഴക്കം കേട്ടത്. അപ്പൊ ഞങ്ങൾ മേലേക്ക് നോക്കി, ഇത് ഇടിമുഴക്കാണെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ നോക്കുമ്പോൾ ഇടിമുഴക്കമല്ല. പിന്നെ ഞങ്ങളിങ്ങനെ ചുറ്റും നോക്കി എവിടെ നിന്നാണ് ആ ശബ്ദം, ഒന്നും മനസ്സിലായില്ല. പിന്നെ ഞങ്ങള് പണി തുടർന്നു. എത്ര നേരം ഉണ്ടായിരുന്നു? ഒരു 1-2 സെക്കൻഡ് ഉണ്ടായിരുന്നു. സാധാരണ ഒരു ഇടിമിന്നലിന്റെ അതേ സമയത്ത് മുഴക്കമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ചെറിയ തോതിൽ, അത്ര വലിയ മുഴക്കല്ല, ഒരു മുഴക്കുണ്ടായിരുന്നു. നല്ലൊരു പ്രകമ്പനം ഉണ്ടായിരുന്നു. ഇവിടെ ഉദ്യോഗസ്ഥരൊക്കെ വന്നായിരുന്നു കേട്ടോ? ഉദ്യോഗസ്ഥര് കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു. ആ ഭാഗത്താ വന്നത്, ഇങ്ങോട്ട് വന്നിട്ടില്ല. ആ ഭാഗത്താണ് വന്നിരിക്കുന്നത്. അവിടെ അതിന്റെ പ്രഭാവം തോന്നുന്നു. അവിടുത്തെ അറിവാണ് ജനല്, പിന്നെ വീടിന്റെ ജനലൊക്കെ ഇളകുന്നൊക്കെ സൗണ്ട് കേട്ടത് ആ ഭാഗത്തുള്ളതാണ്. തീർച്ചയായും കവ്യ, നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ടേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ആ പ്രദേശത്തേക്കാണ്, അവിടെ ആ ഭാഗത്തേക്ക്. ഇവിടുന്ന് കുറച്ച് ദൂരം, ഇവിടുന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്തേക്ക് കൂടി വലിയ രീതിയിൽ പ്രകമ്പനം ഉണ്ടായി എന്നാണ് പറയുന്നത്. അവിടത്തേക്ക് വീടുകൾ വലിയ രീതിയിൽ ഉണ്ട്. നമുക്ക് ഇവിടുത്തെ ഒരു പള്ളി വികാരി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇത് എങ്ങനെ ഇവിടെ ഈ ഭാഗത്തുള്ളതാണോ? ഞാൻ ആയിരക്കല്ലിൽ തട്ടുള്ളതാണ്. ഇവിടെ ഞാൻ സൗണ്ട് കേട്ടിട്ടില്ല, ഞാൻ ഉണ്ടായിരുന്നില്ല, രാവിലെ വന്നേ. പക്ഷെ ഭയങ്കര സൗണ്ട് കേട്ടെന്ന് പറയുന്നു. പക്ഷെ വേറെ പാനിക്കാൻ വേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഗവൺമെന്റ് അധികാരം എന്താ പറയുന്ന അനുസരിച്ച് ഉദ്യോഗസ്ഥരൊക്കെ വന്നായിരുന്നു. ആർക്ക് വരുന്നു? ഞാനിപ്പോ വന്നിട്ടുള്ളൂ. വരുന്നുണ്ട് തോന്നുന്നുണ്ട്, ആൾക്കാർ വരുന്നുണ്ട് തോന്നുന്നുണ്ട്. തീർച്ചയായും അവർ പറയുന്ന റൂട്ട് നമുക്ക് അല്പസമയത്തിനകം തന്നെ അവിടേക്ക് പോകാമെന്ന് കരുതുന്നു. 1 കിലോമീറ്റർ ദൂരത്താണ് ഇത്തരത്തിൽ വലിയ പ്രകമ്പനം ഉണ്ടാവുകയും ചെയ്തു. ഈ സമയത്തൊക്കെ ഈ മേഖലയിൽ ഈ കാണുന്ന എന്റെ ഈ തൊട്ട് സൈഡിൽ കാണുന്ന ഈ ഒരു പാറ, ഇവിടെ നിന്നാണ് ഈ വലിയ പ്രകമ്പനം ഉണ്ടാവുകയും ചെയ്തു, വലിയ സൗണ്ട് ഉണ്ടാവുകയും ചെയ്തതെന്നാണ് നാട്ടുകാർ പറയുകയും ചെയ്യുന്നത്. ഇതിൽ ഇവിടെ മുഴക്കം മാത്രമാണ് കേട്ടതെന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. തൊട്ടടുത്ത പ്രദേശത്തേക്ക്, കുറച്ചുകൂടി അപ്പുറത്തേക്കുള്ള പ്രദേശത്തേക്കാണ് ഏറ്റവും കൂടുതൽ പ്രകമ്പനം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ചേട്ടാ, ഈ സ്ഥലമുള്ളതാണോ? ഈ സ്ഥലത്ത് 2 ശബ്ദം കേട്ടിട്ടുണ്ട്. അത് മാത്രമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. അല്ല വീടുകൾക്കോ അല്ലെ ആളുകൾക്ക് എന്തെങ്കിലും പ്രകമ്പനം ഉണ്ടായി ഒന്നും ഉണ്ടായിട്ടില്ല. വയനാട് ജില്ലയുടെ മറ്റുള്ള ഭാഗങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് കേട്ടത് അതേപോലെ തന്നെ ഇവിടെ അനുഭവം ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ അടുത്ത് കേൾക്കുന്നു, വയനാട് ജില്ലയിൽ തന്നെ തോമാട്ടുകാലിനടുത്ത് കടൽമാട് കേട്ടെന്ന് പറഞ്ഞ്, പെണങ്ങോട് കേട്ടെന്ന് പറയുന്നുണ്ട്, മുക്കം കേട്ടു, മണാശ്ശേരി കേട്ടു, അതുപോലെ തന്നെ ഇപ്പൊ കൃഷ്ണഗിരിയിൽ കേട്ടു അവിടുന്ന് വിവരം കിട്ടുന്നുണ്ട്. വയനാട് ജില്ലയിലെ പല ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന അതിന്റെ ഒരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായി നല്ലതാണ്. മറ്റു പ്രത്യേകമായിട്ട് ഒന്നുമില്ല. ഇതിനു മുമ്പ് ഈ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സൗണ്ടോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഫസ്റ്റ് ആണിത്. ഞങ്ങൾ കേൾക്കുന്ന ആദ്യത്തെയാണത്. ഇതിനു മുമ്പ് ഞങ്ങൾ കേട്ടിട്ടേ ഇല്ല. ഇവിടെ ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഇവിടെ അങ്ങനെ സംഭവിക്കാത്ത ഒരു സ്ഥലമാണുള്ള പ്രദേശം ഞങ്ങൾക്ക് ഉണ്ട്. പിന്നെ എന്താ വെച്ചാൽ പുറത്തു നിന്നുള്ള പല ലോബികളും ഇതിന്റെ പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അറിയാതെ. കാരണം അവർക്ക് അത് ഒരു പ്രത്യേക എന്തോ സുഖമായിരിക്കും. അല്ലെങ്കിൽ ഇവിടുത്തെ ഞങ്ങളുടെ ജീവനും സ്വത്തിലും ഒക്കെ ഒരു ഭീതിപ്പെടുത്തുന്ന അവരുടെ കുട്ടികൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. നിലവിൽ ഇന്ന് വരെ ഒന്നും വരില്ല എന്നൊരു പ്രദേശമാണ് ഈ പ്രദേശത്തുകാരനായി എനിക്ക് പറയാനുള്ളത്. എന്തായാലും അവർ പറയുന്ന പോലെ തന്നെ ചില ആശങ്കകൾക്കൊക്കെ ഇടയാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും തന്നെ ഈ ഭാഗത്ത് വലിയ സൗണ്ടൊന്നും ഉണ്ടായില്ല എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും നമുക്ക് മറ്റു പ്രദേശങ്ങളിലേക്ക് പോകണം. അവിടെയാണ് കൂടുതൽ ആളുകൾ. അമ്പൂത്തി 19 ഏറ്റവും അമ്പൂത്തി 19 നമ്മളും ഡ്രൈവറാണ്. ഞാൻ വണ്ടി കൊണ്ട് വരുന്ന വഴിക്കാണ് നമ്മൾ സൗണ്ട് കേൾക്കുന്നത്. വണ്ടിക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ചാൽ സാധാരണ മഴക്കാറിൽ വരുന്ന സൗണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ ഭാഗം ഉണ്ടാക്കുന്നത് അമ്പൂത്തി 19 ഏരിയ കൂടെയാണ്. അവിടെയാണ് ഇപ്പോൾ ആൾക്കാർ ഒഴിപ്പിക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മൾ അറിഞ്ഞിത്രം വെച്ച് നോക്കുമ്പോൾ ബാക്കി ഡീറ്റെയിൽസ് എനിക്ക് ഇവിടുന്ന് ഇപ്പം ഇങ്ങനെ പോകണമെങ്കിൽ ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ പോയാൽ മതി. ഇതിൽ കയറിയപ്പോൾ 2 കിലോമീറ്റർ അടുത്ത് പോകണം. ഇതിൽ പോകണേ എളുപ്പമാണ് അവിടെ എത്താം.
ഞാൻ വണ്ടിക്കകത്ത് ഇറങ്ങി വരുന്നത് കേട്ടോ വന്നതാണ്. ഞാൻ എന്റെ വീട്ടിലേക്ക് ചെല്ലട്ടെ. അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ. അങ്ങനെയാണ് ഭവ്യ. അത്തരത്തിൽ നമുക്ക് കുറച്ച് സമയം കൂടി അവിടേക്ക് എത്താനുണ്ട്. അവിടെ ഒരു കിലോമീറ്റർ അപ്പുറത്തേക്കാണ് ഈ ഒരു സ്ഥലം. അവിടെയാണ് ആളുകളെയൊക്കെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലത്തൊക്കെ വലിയ പ്രകമ്പനം കേട്ടിട്ടുണ്ട് എന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുകയും ചെയ്യുന്നത്. ഭവ്യ, തീർച്ചയായും അതാണ് മിഥുൻ. എന്തായാലും അങ്ങോട്ട് പോയിക്കോളൂ. നമുക്ക് അമ്പൂറ്റി 19 എന്ന സ്ഥലത്തെ ഒരു സാഹചര്യം കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അവിടെയാണ് ആളുകളെ മാറ്റുന്നതെന്ന് മനസ്സിലാക്കുന്നു.